നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 1600 രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അവർക്ക് വേണ്ടിയുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയ വന്നിട്ടുള്ളത്. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ രൂപത്തിലുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മസ്റ്ററിംഗ്. എല്ലാ വർഷവും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. മരണപ്പെട്ട പോയ ആളുടെ പേരിൽ പെൻഷൻ വാങ്ങുന്നത് തടയാൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്നൊരു പരിപാടിയായിരുന്നു പെൻഷൻ മസ്റ്ററിങ്. 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എല്ലാ വർഷവും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ്. ഏതായാലും ഇതിനോടകം തന്നെ 80% ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി വരുന്ന 20% ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാലും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാലും പല ആളുകൾക്കും ഇനി പെൻഷൻ ലഭിക്കുകയില്ല. സ്വന്തം പേരിലുള്ള 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വീടിൽ AC മറ്റ് ആധുനിക സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരുടെയെങ്കിലും പേരിൽ 4 ചക്ര വാഹനമുണ്ടെങ്കിൽ, 1 ഏക്കറിന് മേലെ ഭൂമിയുണ്ടെങ്കിൽ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ പെൻഷൻ തടയാൻ സാധ്യതയുണ്ട്. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പേരിലുള്ള സ്ഥലത്ത് മക്കൾ വീടെടുത്ത് ആ വീട് 1000 സ്ക്വയർ ഫീറ്റ് മേലെ ഉണ്ടെങ്കിലും അവർക്ക് ഇനി പെൻഷൻ ലഭിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകൾ മക്കളുടെ പേരിൽ ഭൂമി കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്താൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. പല ആളുകൾക്കും ബുദ്ധിമുട്ടാക്കുന്നൊരു കാര്യമാണത്. മക്കൾ വലുതായി കഴിഞ്ഞാൽ അവരുടെ പേരുള്ള സ്ഥലത്ത്, പെൻഷൻ വാങ്ങുന്ന ആളുടെ പേരുള്ള സ്ഥലത്ത് വീട് വെക്കുകയും അവരവിടെ താമസിക്കുകയും ചെയ്യും. എന്നിരുന്നാലും അവർക്കിനി പെൻഷൻ ലഭിക്കുകയില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പെൻഷൻ കിട്ടാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ അറിയിപ്പുകളും കൃത്യസമയത്ത് തന്നെ ശ്രദ്ധിക്കാൻ പാലിക്കുക. മസ്റ്ററിംഗ് അതുപോലത്തെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യുക. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പെൻഷൻ തള്ളിയാൽ, എന്ത് കാരണങ്ങൾ കൊണ്ടാണോ പെൻഷൻ തള്ളിയതെന്നുള്ളത് പഞ്ചായത്തിൽ പോയി അറിയാൻ സാധിക്കും. അതിന് പരിഹാരം ചെയ്യാൻ ശ്രമിക്കുക. വാർഡ് മെമ്പർ അതുപോലെ തന്നെ കൗൺസിലർ എന്നിവരെല്ലാം കണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. വരും ദിവസങ്ങളിൽ വീട്ടിൽ വരികയും അവർ പരിശോധന നടത്തുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഏതായാലും വളരെ വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പെൻഷൻ വാങ്ങുന്ന പകുതിയിൽ 3/4 ആളുകളും ഇങ്ങനെ പുറത്തു പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അറിയുന്നവർക്ക് തന്നെ നമ്മുടെ ചാനൽ അറിയിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും